നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളുടെ ആരോഗ്യ സാഹചര്യത്തെപ്പറ്റി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പരിധി കടന്നു എന്ന് പല ആളുകളും പറയും. ശോഭാ സുരേന്ദ്രൻ്റെ പരാമർശത്തോട് പ്രതികരിക്കാൻ താനില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നിലപാട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതെന്ത്, അവർ പരിധി വിട്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ തിരുവനന്തപുരത്ത് നിന്ന് ശരത്താണ്. ശ്രീ ശരത്, ശോഭാ സുരേന്ദ്രൻ്റെ ഈ പ്രതികരണം കേട്ട് താങ്കൾക്ക് എന്ത് തോന്നി? അവർ പറയാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ചിട്ടുണ്ടോ? മൊയ്തീൻ കുഞ്ഞും എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞു, കേൾക്കാമോ? കേൾക്കാം. യെസ്, പറയൂ. നമസ്കാരം മനു. ഹലോ. എനിക്കൊന്ന് മൊയ്തീൻ കുഞ്ഞിന്റെ ടെലിഫോണിൽ എന്തോ പ്രശ്നം. അല്ല. ഹലോ. ഹലോ. നമസ്കാരം മനു. നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെന്ന് പറയുന്നത് അവർക്ക് എന്തോ കാര്യമായ ഒരു അസുഖമുണ്ട്. ഹലോ. കേൾക്കുന്നു. കാര്യമായിട്ട് എന്തോ അസുഖമുണ്ട്. അവരെ കൊണ്ടുചെന്ന് ഇപ്പോഴാകുമ്പം ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുന്ന ഒരു അസുഖമാണ്. നമ്മുടെ കേരളം കണ്ട മറ്റുള്ളവരെ പറ്റി പറയുന്നതിനെ നമ്മൾ ശരിയല്ല എന്ന് പറയുമ്പോൾ അവരെ പറ്റി പറയാനും നമുക്ക് അധികാരമില്ല. ഏതായാലും ഞാനത് പോട്ടെ. നമ്മുടെ കേരളം കണ്ട കൂട്ടത്തില് നല്ല രണ്ട് നേതാക്കന്മാരായിരുന്നു. ഒന്ന് ശ്രീ ഉമ്മൻചാണ്ടി, ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഈ സ്വന്തം മകന്റെ ഒരു കേസ് ഉണ്ടായിട്ട് അതിനെ വെറും പുല്ല് പോലെ കണ്ട ഒരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പറ്റി ഇത് പറയുമ്പോഴേ അത് ആർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലല്ല. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര നടത്തിയ അതേ രീതിയിൽ ഈ കോടിയേരിയുടെയും വിലാപയാത്ര നടത്തേണ്ടതായിരുന്നു. പക്ഷെ അത് പാർട്ടിക്കാര് നല്ല തോതിൽ അവിടെ അല്ല, അത് അവിടെ നിന്ന് കണ്ണൂരിൽ നടത്തിയെന്നേ ഉള്ളൂ. പക്ഷെ ഇഷ്ടംപോലെ ആള് അല്ല, പക്ഷെ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾക്ക് പോലും അകത്തേക്ക് കടക്കാൻ പ്രയാസം നേരിടുന്ന ചില സാഹചര്യം ഉണ്ടായി ഈ സംസ്കാര ചടങ്ങിന്റെ അടുത്ത്. അപ്പൊ ആളൊക്കെ വന്ന് ശരി. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ് ശ്രീ കുഞ്ഞഹമ്മദ്. ശ്രീ കുഞ്ഞഹമ്മദ്, ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യെസ്, ഞാൻ കുഞ്ഞഹമ്മദിലേക്ക് വരാം. നമസ്കാരം എന്ന് പറയുന്നു ജയകുമാർ നമുക്കൊപ്പം പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും പൊതുവേദിക്കൊപ്പം നിൽക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനെതിരായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ്റെ പരാമർശം BJP സംസ്ഥാന നേതൃത്വത്തിന് വരെ കടുത്ത അതൃപ്തി ഉളവാക്കി എന്നാണ്. ശ്രീ കുഞ്ഞാമതിന് കേൾക്കാമോ? പറയൂ. നമസ്കാരം. വാളിനെക്കാട്ട് മൂർച്ചുള്ളതാ മനുഷ്യന്റെ വായിലനായി. നമസ്കാരം സാർ. കേട്ടു. വാളിനെക്കാട്ട് മൂർച്ചുള്ളതാ മനുഷ്യന്റെ വായിലനായി. അത് ഉപയോഗിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന് എപ്പോ രോഗം വരികയെന്നൊന്നും ആർക്കും പ്രവചിക്കാനാകില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ബിനോയ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിനോയ്. ബിനോയ്ക്ക് ഈ പ്രതികരണം കേട്ടപ്പോൾ എന്ത് തോന്നി? സനാതന ധർമ്മത്തെ പരിഹസിച്ച ജോൺ ബ്രിട്ടാസിനുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് സനാതന നിയമത്തെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പരിഹസിച്ചോ? ജോൺ ബ്രിട്ടാസ് എന്നല്ല, ഒരു CPM നേതാക്കളും സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്നില്ല. ബിക്കോസ് അവർക്കൊരു നയമുണ്ട്. ആ നയരൂപീകരണത്തിൽ പോകുന്നതാണ്. ഇപ്പോൾ വിഷയം പരേതനായ കോടിയേരി ബാലകൃഷ്ണൻ സനാതന ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസ്ഥ ഇങ്ങനെയെന്നാണ് ബഹുമാനിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എങ്കിലും ഞാൻ പറയുന്നു, രാഷ്ട്രീയത്തിൽ നമ്മൾ ആശയം കൊണ്ട് തന്നെയാണ് നേരിടുന്നത്.
ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്ക് സത്യത്തിൽ കടന്നുപോയി. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോഴും നല്ലതുപോലെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ക്ഷതം ചെറുതല്ല. ബഹുമാനായ പരേതനായ കോടിയേരി, ഞാൻ വേറൊരു രാഷ്ട്രീയക്കാരനാണെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ കാലശേഷം സമൂഹത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവ് കാലശേഷം നമ്മൾ അദ്ദേഹത്തെ കുറെ കൂടി മാന്യതയോടുകൂടിയും ആദരവോടുകൂടിയുമാണ് അല്ലേ പറയുമ്പോഴൊക്കെ ആദരവോടും ബഹുമാനത്തോടും കൂടിയ മനു 100% ആദരവോടും ബഹുമാനത്തോടും കൂടി ആണ് കാണേണ്ടത്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഈ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പശ്ചാത്തലം അറിഞ്ഞുകൂടായിരിക്കും. അദ്ദേഹം SFI രാഷ്ട്രീയം മുതൽ തുടങ്ങി CPMന്റെ ഏറ്റവും വലിയ പദവിയിൽ വരെ എത്തി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആവുക എന്നുള്ളതാണ് CPMകാരന്റെ ഏറ്റവും വലിയ ഒരു ജീവിതാഭിലാഷം. പക്ഷേ ഇവിടെ ശോഭാ സുരേന്ദ്രന് എനിക്ക് തോന്നുന്നു കാര്യമായി ഒരു വിവരം കുറവുള്ളതാണെന്ന് തോന്നുന്നു. വ്യക്തമാണ്. വ്യക്തമാണ്. നമ്മുടെ അടുത്ത ഒരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. മനീഷ് PC പറയുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയുന്നു. സാബു പറയുന്നത് ഇന്ന് ഉന്നത കുലജാതൻ ഇല്ലല്ലോ എന്നാണ്. മനീഷും സാബുവും പൊതുവേദിക്കൊപ്പമുണ്ട്. ഏതായാലും അവരുടെ അഭിപ്രായങ്ങൾക്ക് മറ്റ് പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മനീഷെ, ആളുകൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തെ അംഗീകരിക്കാത്ത പല ആളുകളുമുണ്ട്. തിലകൻ തൃപ്പൂണിത്തറയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ തിലകൻ, ഈ കുംഭമേളയെ ഒരു ഇടത് MP അധിക്ഷേപിക്കുകയാണ്. അതിന് മറുപടി എന്ന നിലയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത് പറയുന്നത്. ഇത് ഇടത് ഒരു MP കുംഭമേളയെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് താങ്കളുടെ മറുപടി? നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, ഞാൻ പറഞ്ഞ സാറേ, ഇത് ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നതെന്നും അതവർ മനസ്സിലാക്കണം. കാരണം അനവസരത്തിലാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ബ്രിട്ടാസിനുള്ള മറുപടി ഇപ്പോഴല്ല കൊടുക്കേണ്ടായിരുന്നു, ഇല്ലേ സാറേ? പിന്നെ ഇനിയെന്ന് പറഞ്ഞ സനാതന ധർമ്മം എന്ന് പറഞ്ഞത് അതിനോട് എനിക്ക് വിയോജിപ്പ്. കാരണം അങ്ങനത്തെ ധർമ്മം ശരിയാണെങ്കിൽ ഇവിടെ ഇന്നലെ പറഞ്ഞ ഉന്നത കുലജ ഈ ശബരിമലക്കകത്ത് ഒരു പെലേനെ ശാന്തിയാക്കാൻ ധൈര്യം ഉണ്ടായി. ഈ പറയണ ശോഭക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ല, അവര് തിരിച്ച് ശോഭാ സുരേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നത് അതാണ്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് എന്താണ് പറയാത്ത? ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോപ്പാക്കുമോ എന്ന ചോദ്യം ജോൺ ബ്രിട്ടാസിന് ഉന്നയിക്കാൻ ധൈര്യം ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ സനാതന ധർമ്മത്തിനകത്ത് അവർ പറയുന്ന ഒരു ധർമ്മത്തെ, ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ മാത്രം കുറ്റം പറയുക, മറു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, മകളുടെ കല്യാണം ആ മതാചാരം പോലെ നടത്തുക, എന്നിട്ട് മറ്റൊരു സമുദായത്തെ കുറ്റം പറയുന്നത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാനും തിരിച്ച് ശോഭയുടെ ചോദിക്കുന്നത്. ശോഭക്ക് ധൈര്യമുണ്ടോ ഒരു പെരേനെ ശോഭ മരിക്കുന്നതിന് മുമ്പ് ഈ ശബരിമലക്ക് അല്ലെങ്കിൽ ഗുരുവായൂരെ ശാന്തിയാക്കാൻ പറയാൻ ധൈര്യമുണ്ടോ? അവര് ധൈര്യം കാണിക്കോ? അപ്പൊ അങ്ങനെ ധൈര്യം കാണിക്കൂല്ലോ സാർ. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. ഞാൻ അതിനെ വ്യക്തമാണ് ശ്രീ തിലകന്റെ അഭിപ്രായം. സെബാസ്റ്റ്യൻ ചിറമേൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഇന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ചിറമേൽ, ഇവരുടെ കൂടെ സുരേന്ദ്രൻ ഉണ്ടോ? ഗ്യാസ് വില കൂട്ടിയപ്പോൾ മോദിയെയും തെറി വിളിച്ചു എന്ന് പറയുന്നു. ഒക്കെ ഗ്യാസ് വില കൂട്ടുമ്പോൾ ചിലപ്പോൾ ആളുകൾ പ്രതികരിച്ച് കാണും. അത് ആരാ തെറി വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും സെബാസ്റ്റ്യൻ ചിറമേൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്കൊപ്പം ഇന്ന് ചേർന്നിട്ടുണ്ട്. ഷാജി ഭാസ്കരൻ നമ്മുടെ മറ്റൊരു സ്ഥിരം പ്രേക്ഷകൻ എന്നോട് ചോദിക്കുന്നത് ഈ വിവരക്കേടൊക്കെ ഇതൊരു വിഷയമാണോ, ഈ വിവരക്കേടൊക്കെ ചർച്ച ചെയ്യണോ എന്നതാണ്. അത് ഷാജി ഭാസ്കരൻ, നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യേണ്ടേ? കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. അതിൽ ഒന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ പല കോണുകളിൽ നിന്നും അതിൽ വിമർശനം വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ശരിയായ രാഷ്ട്രീയ സംസ്കാരമാണോ സൂചിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം കേരളം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേദി ആ വിഷയം ചർച്ച ചെയ്തതെന്നുള്ളൂ. ഷാജി ഭാസ്കറിന് മറ്റെന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യണമായിരുന്നെങ്കിൽ നമുക്ക് അതും ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. പൊതുവേദി എല്ലാ ദിവസവും 1 മണിക്കൂറുണ്ടല്ലോ, പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളും പറയാം. ഓക്കെ. കുമാർ പറയുന്നു കേരളം കൊള്ളയടിച്ച് മുടിച്ചിട്ട് ഇവിടെ ഒന്നും തരുന്നില്ലേ, ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. കേരളം ദാരിദ്ര്യത്തിലാണെങ്കിൽ സഹായിക്കണമെന്ന് തുറന്നു പറയുക, അതാണ് വേണ്ടത് എന്നതാണ്. അങ്ങനെ അത് കുമാറെ, കേരളം
ദാരിദ്ര്യത്തിലാണെന്നല്ല, നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്. സ്വാഭാവികമായും പ്രത്യേകിച്ച് ഇവിടെ വലിയ ദുരന്തമൊക്കെ ഉണ്ടൊരു സാഹചര്യത്തിൽ ഒരു വലിയ സമൂഹം അവർ അനുഭവിച്ച ദുരന്തം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു പ്രത്യാശയാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഉള്ളത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി ചോദിക്കാം. നമ്മുടെ ജീവിത നിലവാരം ഉയർന്നതാണ്, ആരോഗ്യസ്ഥിതി ഉയർന്നതാണ്, വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണ്, ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് മറ്റ് ചില മേഖലകളിൽ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരം പ്രശ്നങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ ദാസൻ കണ്ണൂരിലേക്ക് വന്ന് കുറേ കൂടി യൂട്യൂബ് കമൻസ് ഉണ്ട്, ഞാൻ അതൊക്കെ വായിക്കാം. ദാസൻ കണ്ണൂർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറയാം, ഈ പ്രതികരണങ്ങൾ രാഷ്ട്രീയ മാന്യതയ്ക്കപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങളായി മാറുന്നുണ്ടോ? രാഷ്ട്രീയ മാന്യത കുറവാണ്. കാര്യം സനാതന മൂല്യങ്ങളെ നമ്മൾ വിമർശിച്ചാല് ക്യാൻസർ വരെ എനിക്ക് ക്യാൻസർ വരട്ടെ എനിക്ക് പുല്ല് പോലെ കാണും. അങ്ങനെ വിമർശിച്ചാല് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റില്ല. മരിച്ചുപോയ ആളെ പറ്റി എന്ത് രാഷ്ട്രീയമായിട്ട്. പിന്നെ ജോൺ ബ്രിട്ടാസ് ഒരു കാരണവശാലും 40 കോടി ആൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ പറ്റി വിമർശിക്കാൻ ജോൺ ബ്രിട്ടാസും പാടില്ല. സമയം കളയുന്നില്ല. താങ്ക് യു സോ മച്ച്. അതാണ് വളരെ നന്ദി. യുപിയിൽ പിന്നെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 40-ലധികം പേർ മരിച്ചു. മഹാകുംഭമേളയ്ക്കിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ച് വൻ തീപിടുത്തം ഉണ്ടായി, 40 ടെൻറ്റുകൾ കത്തി എന്നൊക്കെ ജോജി പറയുന്നുണ്ട്. അത് സ്വാഭാവികമായി വലിയ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ കുറേ കൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഏതായാലും ഇനി അത് അങ്ങോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ അവിടുന്ന് നടക്കുന്നുവെന്നാണ് ഉത്തർപ്രദേശിൽ നിന്ന് മനസ്സിലാകുന്നത്. നോക്കാം നമുക്ക്. ഏതായാലും അന്ന് ഉണ്ടായ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കാനിടയായ സാഹചര്യം ദൗർഭാഗ്യകരമാണ്. അത് ഒഴിവാക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. അശ്വതി സുകുമാരൻ പറയുന്നത് എന്താണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ ദുബായിലാണ്, ഒന്നുകൂടി കേൾപ്പിക്കാമോ എന്നാണ്. അത് നമുക്ക് എല്ലായിടത്തും നമ്മുടെ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്ന അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞത് ഒരു വലിയ വിവാദമായി വന്നൊരു വിഷയം. കോടിയേരി ബാലകൃഷ്ണനെതിരായി അവർ പറഞ്ഞത് ഈ സനാതന ധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരി ഇപ്പോൾ നമുക്കിടയിൽ ഇല്ലാത്തത് എന്നായിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതികരണം അവർ നടത്തിയത്. ഏതായാലും അശ്വതി ദുബായിലിരുന്ന് നമ്മുടെ അശ്വതി സുകുമാർ ദുബായിലിരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് ആ വാർത്ത അടുത്ത ബുള്ളറ്റിൻ വരുമ്പോൾ അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താം. ഗ്ലാഡിയേറ്റർ പറയുന്നത്, ഗ്ലാഡിയേറ്ററോട് പല പ്രേക്ഷകരും എന്നോട് പറയുന്നത് ഫോൺ ചെയ്ത് പറയുന്നത് ഈ പേരുകൾ ശരിയായി വെക്കാത്ത ആളുകളുടെ കമൻസ് വായിക്കരുത് എന്നാണ്. അത് ഫേക്ക് ഐഡികൾ ആണെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗ്ലാഡിയേറ്റർ എന്നുള്ളത് ശരിയായ പേരാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പല ആളുകളോടും ശരിക്കുള്ള പേര് വെളിപ്പെടുത്താൻ പറയുന്നത്. അപ്പോൾ പല ആളുകളും വെളിപ്പെടുത്തുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ അത് വെളിപ്പെടുത്തിയാൽ നല്ലതാണ്. ശബരിമല തകർക്കാൻ ടീം കോടിയേരി ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരിക്കാം. പക്ഷേ തകർക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു കോടതി നിയമം നടപ്പിലാക്കാൻ നോക്കുന്നവരുടെ കൂടെ നിന്ന താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കും നമ്മൾ മരിച്ച ഒരു നേതാവിനെ പറ്റി അങ്ങനെ പറയണമെന്നുള്ളത് ഗ്ലാഡിയേറ്ററും കൂടി ആലോചിക്കുക. ശിവജി പറയുന്നു, ശോഭ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, പാടത്ത് മണി വരമ്പത്ത് കൂലിയെന്ന് ആഹ്വാനം ചെയ്ത നിരവധി BJP പ്രവർത്തകരുടെ ജീവനെടുത്ത കാരണക്കാരനായ കോടിയേരിയെക്കുറിച്ച് BJP നേതാവ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ഓക്കെ. സുർജിത്ത് SR പറയുന്നു, ദുരന്ത നിവാരണത്തിന് അല്ല ഫണ്ട് തരുന്നത്, ബഡ്ജറ്റിലല്ല ഫണ്ട് തരുന്നത്, കേന്ദ്ര വികസന പ്രവർത്തനത്തിൽ നിന്ന് ക്യാഷ് എടുത്ത് ഇവിടെ ശമ്പളം കൊടുക്കുകയാണ്, ദാരിദ്ര്യം അല്ലോണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ശരിയാണ്, അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് വന്നിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിന് ഫണ്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ അത് മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഒരു ദുരിതബാധിത പ്രദേശത്ത് അത്തരത്തിൽ ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാക്കേജ് ഇപ്പോൾ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായും നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. നോക്കാം നമുക്ക് തീവണ്ടിയിലോ റെയിൽവേയിലോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടത് കിട്ടുമോ എന്ന്. സുഭാഷും എന്നോട് ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്നാണ്. ശോഭാ സുരേന്ദ്രൻ ഇതാണ് പറഞ്ഞത്, സനാതന ധർമ്മത്തെ ഇത് പല പ്രേക്ഷകരും എനിക്ക് തോന്നുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം കേൾക്കാത്തവർ പൊതുവേദിക്കൊപ്പം ഉണ്ട് എന്നതാണ്. അതിൽ തർക്കമുണ്ടാകാനൊരു കാരണം ഇതാണ്. അതായത് ജോൺ ബ്രിട്ടാസ് നമ്മുടെ ബജറ്റിനുള്ള മറുപടി പ്രസംഗം നടത്തുന്ന ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അവിടെ അതായത് ഈ കുംഭമേള പോലെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ മുങ്ങിക്കുളിക്കുമ്പോൾ ചൈനയെപ്പോലുള്ളവർ
AI സംവിധാനത്തിലൂടെ മുന്നേറുകയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കളിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ ഡോക്യുമെൻ്ററിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഒരു മറുപടിയായി പറഞ്ഞു നമ്മുടെ ജോൺ ബ്രിട്ടാസ്. ഇതിന് മറുപടിയായാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ച പല കോടിയേരി ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് ഇങ്ങനെ അധിക്ഷേപിച്ചതുകൊണ്ടാണെന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആശയത്തെ എതിർക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖം വരുന്നു എന്ന തരത്തിലുള്ളൊരു ധ്വനിയാണ് അതിൽ നിന്ന് വരുന്നത്. അത് ശരിയല്ല എന്നാണ് പൊതു നിലപാട്. അതാണ് സുഭാഷ് സഹദേവൻ ഏതായാലും നമ്മുടെ പൊതുവേദിക്കൊപ്പമുണ്ട്. പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അനിൽകുമാർ പറയുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തു ആഘോഷമാക്കിയത് ശരിയായില്ല മനു എന്ന്. നമ്മൾ പ്രസംഗം മുഴുവൻ എടുത്താൽ ആഘോഷമാവില്ല. സ്വാഭാവികമായി മാധ്യമങ്ങൾ അതിൻ്റെ ഏറ്റവും സെൻസേഷണലായ വശമാണ് എടുക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു പ്രസംഗത്തിൽ ഒരുപാട് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരു വിവാദമായ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചില മന്ത്രിമാരൊക്കെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ഉപയോഗിച്ച് ശീലിച്ചു പോയ ചില വാക്കുകളായിരിക്കാം, ഉന്നത കുല ജാതർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞു. ആ കാലമൊക്കെ അവസാനിച്ചു എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ട്രെയിനിങ് നമുക്ക് കിട്ടേണ്ട സമയം ആയിക്കഴിഞ്ഞു. കാരണം പണ്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പല ആളുകളും സ്വയം വിശ്വസിച്ച് നടന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ആരും അംഗീകാരം കൊടുക്കുന്നില്ല. ആരെങ്കിലും ഉയർന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അയാൾ ചിന്തിക്കുക എന്നല്ലാണ്ട് വേറെ ആരും അതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കിടയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഏതായാലും ഈ പ്രസംഗിക്കുമ്പോൾ എല്ലാ നേതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2.5 മണിക്കൂർ പ്രസംഗമായിരിക്കാം, അതിൽ ചിലപ്പോൾ 5 മിനിറ്റ് പറഞ്ഞ ഒരു കാര്യമായിരിക്കാം വിവാദമാകുന്നത്. അത് സ്വാഭാവികമാണ്. അതിനെയാണ് നമുക്ക് വാർത്ത എന്ന് പറയുന്നത്. കാരണം 2.5 മണിക്കൂറുള്ള ഒരു വാർത്താ സമ്മേളനം 2.5 മണിക്കൂർ നമ്മൾ കൊടുക്കില്ല. അതിലേറ്റവും പ്രസക്തമായ ഭാഗമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഏതായാലും അനിൽകുമാർ നമുക്കൊപ്പം ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. കണ്ണാടി എനിക്ക് ശോഭാജിക്ക് 3 ഹൃദയം അയച്ചിരിക്കുന്നു. വെരിറ്റോ പറയുന്നത് മരിച്ചവരെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം. സ്പോർട്സ് ഗുരു രമേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനുഭായ്. ഇപ്പോൾ 4 മണി മുതൽ 5 മണി വരെ വെറും 10 മിനിറ്റ് പോലെ പോകുന്നു എന്നാണ് പറയുന്നത്. അത് പൊതുവേദി കണ്ടിരിക്കുന്നതിൻ്റെ ആവേശത്തിൽ സമയം പോകുന്നത് അറിയുന്നില്ല എന്ന് നമ്മുടെ രമേഷ് കുമാർ പറയുന്നു. രമേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും പൊതുവേദിയെ പിന്തുണയ്ക്കുന്നു. അവർക്ക് പൊതുവേദിയുടെ അഭിപ്രായങ്ങൾ. സുരേന്ദ്രൻ പറയുന്നത് ശോഭയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, നിലവാരം ഇല്ലാത്ത നേതാവെന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുണ്ട് ശോഭ എന്നാണ്. കൂടുതൽ യൂട്യൂബ് കമൻറ്റുകളുണ്ട്. പക്ഷേ തോമസ് ഇടുക്കിയിൽ നിന്ന് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ തോമസിലേക്ക് ഞാൻ പോയിട്ട് മറ്റ് യൂട്യൂബ് കമൻറ്റുകളിലേക്ക് വരാം. ശ്രീ തോമസ്, യെസ്, കേൾക്കാമോ? ഹലോ. ദയവായി ക്ഷമിക്കണം, ഈ യൂട്യൂബ് കമൻറ്റുകൾ കുറേ എണ്ണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഞാൻ അത് വായിച്ചെന്നേ ഉള്ളൂ. യെസ്, ശ്രീ തോമസിന് പറയാം. സാറേ, നമ്മുടെ ഒരു മതേതര രാജ്യമാണല്ലോ പറയുന്നത്. പറയുന്നല്ല, ആണ്. നമ്മളൊരു മതേതര ജനാധിപത്യ പരമാധികാരി രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളത് കണ്ടേക്കുന്നതുമാണ്, ഇപ്പൊ കാണുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ കുംഭമേളയെ പറ്റി ബ്രിട്ടാസിൽ പറയേണ്ട കാര്യമില്ല. എത്ര പേർക്ക് അസുഖങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. വലിയവർക്കും ചെറിയവർക്കെല്ലാം അസുഖം വന്നിട്ടുണ്ട്. അതെല്ലാം ഓരോരുത്തരെ ഒരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ടാന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റുമോ? സാറ്, ഞാൻ ഓർക്കണതേ, നമ്മുടെ ഇവിടെ ചൂരൽമലയിലെ നമ്മളെ ദുരന്തം ഉണ്ടായപ്പോ ഒരാള് അവിടെ നിൽക്കുന്ന സാറൊക്കെ കണ്ടല്ലോ, മണ്ണി പൊതിഞ്ഞ്. ഈ പറയുന്ന ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ അയാൾ സർവ്വ ദൈവത്തെയും വിളിച്ചു. അയാൾ ഏത് വിശ്വാസിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അയാൾ എല്ലാ ദൈവത്തെയും വിളിച്ചു കാണൂലോ. രാവിലെ പുറത്തുനിന്ന് ആളിൽ വന്നിട്ടല്ലേ അയാളെ രക്ഷിച്ചത്, അല്ലാണ്ട് ഒരു ദൈവം അവിടെ ഇറങ്ങി വന്നില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാണ്ട് എങ്ങോ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നതും അതിന്റെ പേരിൽ ആ ദൈവത്തെ ആക്ഷേപിച്ച രോഗം വരുമെന്നും മരണം സംഭവിക്കുന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഇവർ പറയണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേന്ദ്രൻ പറയുന്നത് ശോഭയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, നിലവാരം ഇല്ലാത്ത നേതാവെന്ന് നിരവധി തവണ ശോഭ തെളിയിച്ചിട്ടുണ്ടെന്ന് സുരേന്ദ്രൻ പറയുന്നു. നിലവാരമൊക്കെ ഉണ്ടാകാം, അവരങ്ങനെ നിലവാരം ഇല്ലാത്ത ആളല്ല. മോഹനൻ വി കെ പറയുന്നു എന്തു തന്നെ പറഞ്ഞാലും കേരളത്തെ ഇങ്ങനെ താഴ്ത്തുന്നത് ശരിയല്ല, കേരളത്തിലും ജനങ്ങളല്ലേ, ഇത് ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്ന് പറയുന്നു. സാബു KBR പറയുന്നത് ഞാൻ സൗദി അറേബ്യയിലാണ്, ഇവിടെ പൊതുവേദിയുടെ സമയം 1:30 മുതൽ ആണ്. സാബു, ഏതായാലും സൗദി അറേബ്യയിൽ ഇരുന്ന് പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സാബു KR എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. വെരി ഗുഡ്. പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് സാബു KBR. കഴിഞ്ഞ 2 ദിവസം പരമാവധി വിളിച്ചു, കിട്ടിയില്ല.
സുരേഷ് ഗോപിയുടെ ഒരു വാചകം മാത്രം അടർത്തി ചർച്ച ചെയ്തത് മോശമായി എന്ന് സാബു പറയുന്നു. വിളിച്ച് കിട്ടാത്തതെന്ന് വെച്ചാൽ ഈ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, പലപ്പോഴും ഈ ഫോൺ ജാമാകുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ദുബായിലിരിക്കുന്നു, ഉച്ചയ്ക്ക് അവിടെ 1:30 പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അത് ഇനിയും നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം സന്തോഷിക്കാം. സാബു, ഈ സുരേഷ് ഗോപിയുടെ അല്ല ആരുടെ പ്രസംഗമായാലും ചിലപ്പോൾ 2 മണിക്കൂർ പ്രസംഗം ഉണ്ടാകും, അതിലെ ഒരു ചെറിയ വാചകമോ വാക്കോ ഒക്കെയാണ് വാർത്തയായി വരുന്നത്. അത് വിവാദ വാക്കുകളാകുമ്പോൾ ആ വിവാദ വാക്കുകൾ ഒരു വിഷയമായി വരും. അതിൽ ഈ പ്രയോഗം ചില സമയത്ത് പുറത്തു വരുന്ന പ്രയോഗങ്ങൾ, സവർണൻ അല്ലെങ്കിൽ ഞാൻ ഉന്നത കുലജാതൻ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അത് എന്തിൻ്റെയൊക്കെ ഒരു സൂചനയാണ് എന്നുള്ളത് കേരളം പൊതുവെ ചർച്ച ചെയ്തു പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല, അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആ വിഷയം പോകുന്നത്. ന്യൂ തിങ്കർ പറയുന്നു ജോൺ ബ്രിട്ടാസ് ചൈനയുടെ ഭക്തനാണെന്നാണ്. എന്നോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് ചായ കുടിച്ചോ ചേട്ടാ എന്നാണ്. എനിക്ക് ഈ പൊതുവേദി കഴിഞ്ഞിട്ടൊരു ചായ കുടിക്കും. ഏതായാലും ഇങ്ങനെ പ്രേക്ഷകർ ഇതൊക്കെ അന്വേഷിക്കുന്നു എന്നതിൽ വളരെ വളരെ സന്തോഷം. സാദിഖിന് ശോഭാ സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, എങ്ങോട്ടൊക്കെ വിടണം എന്നാണ് പറയുന്നത്. VC തോമസ് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രസക്തിയുമില്ലാത്ത നേതാവാണ് ശോഭാ സുരേന്ദ്രൻ, വാക്കുകൾക്ക് രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നില്ല, വെറുതെ ആളാകാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്നു എന്നാണ് VC തോമസിൻ്റെ ഇത്. ഓക്കെ, അതോടൊപ്പം തന്നെ കുമാർ പറയുന്നു 2000 പേരെ പങ്കെടുപ്പിച്ച കുസാറ്റിലെ പരിപാടിയിൽ 6 പേരാണ് മരിച്ചത്. 2000 പേർ പങ്കെടുത്ത പരിപാടിയിൽ ശരിയായ ഒരുക്കങ്ങൾ നടത്താൻ കഴിയാത്ത നമ്മൾ 10 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നത് ശരിയാണോ എന്നാണ് കുമാർ. ആ ചോദ്യം വളരെ ശരിയാണ്. കാരണം കുറച്ച് ആളുകൾ ഒന്ന് കൂടുമ്പോഴേക്കും അതിന് ആവശ്യമായ ഒരു സജ്ജീകരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഒരു MLA തന്നെ താഴെ വീണ് ഗുരുതരാവസ്ഥയിലായ ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന ഒരുപക്ഷെ കുംഭമേള കുറേയൊക്കെ നന്നായി നടത്തിയിട്ടുണ്ടാകാം, എങ്കിലും ആളുകൾ മരിക്കാതിരിക്കാൻ ഇവിടെ 6 അവിടെ 30 പേര് മരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അത്രയും നല്ലത് എന്നാണ് ഞാനും പറയുന്നത്. BJP നേതാക്കൾ പറയുന്നത് മാത്രമാണോ ന്യൂസ് 18 ചർച്ച ചെയ്യേണ്ടത്? കുംഭമേളയെക്കുറിച്ച് ഗർഖെ ബ്രിട്ടാസ് പറഞ്ഞത് എന്താ നല്ല പറഞ്ഞാൽ അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കൃഷ്ണാസ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ഞാനും ചോദിക്കുന്നുണ്ട്. ഹിന്ദു ആചാരങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ഒരു ഫാഷനായി മാറിപ്പോയി എപ്പോൾ ശോഭയുടെ പ്രതികരണം സ്വാഭാവികമെന്നൊരു പ്രശ്നം പറയുന്നു. അങ്ങനെ അത് വലിയൊരു ആക്ഷേപമായി ഇപ്പോൾ ഈ BJP നേതാക്കളും BJP അനുഭാവികളും ഉന്നയിക്കുന്നുണ്ട്. കാരണം എല്ലാവിധ പരിഷ്കരണങ്ങളും ഒക്കെ ഹൈന്ദവ സമൂഹത്തെ പറ്റി മാത്രമാണ് പറയുന്നതെന്നൊരു ആരോപണം അവർക്കുണ്ട്. ഇതേ പരിഷ്കരണവാദികൾക്ക് മറ്റ് മതങ്ങളിൽ ആ പരിഷ്കരണം വേണം എന്ന് പറയാനുള്ള ധൈര്യം ഇല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ അത് തന്നെയാണ് ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസിൻ്റെ ജീവിത രീതി ക്രിസ്ത്യൻ ഗാനങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലെ വിവാഹമൊക്കെ പള്ളിയിൽ വെച്ച് നടത്തുന്നു, പക്ഷേ പുറത്തിറങ്ങി ഹൈന്ദവ ആചാരങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു എന്നതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം. ഏതായാലും ആ ആരോപണങ്ങൾക്ക് CPM നേതാക്കൾ എന്ത് മറുപടി പറയും എന്ന് നമുക്ക് നോക്കാം. സുജിത്ത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് തിയറി പ്രകാരം AI കൊണ്ട് തൊഴിലാളികൾ ഇല്ലാതാകുന്നു എന്നേ ഉള്ളൂ. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തന്നെ ബ്രിട്ടാസ് കൊറോണ കൊണ്ട് ലോകത്തെ ചതിച്ച ചങ്കിലെ ചൈന എന്നാണ്. ഇത് അസുഖം വരുന്നത് ഇപ്പോൾ ചൈന ചതിക്കുന്നത് കൊണ്ടല്ല, നമുക്ക് പലതരം അസുഖങ്ങൾ വരുന്നു. നമ്മൾ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന അസുഖം വരുന്നതും വരാതിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് എന്നാണ്. അവനവൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ദൈവമെന്ന് എത്രയോ കാലങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിലും നമുക്ക് അസുഖം വരാതിരിക്കുന്നതും വരുത്തുന്നതും ദൈവമാണ് എന്ന് ചിലരൊക്കെ ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. എനിക്കറിയില്ല, അങ്ങനെയും വിശ്വസിക്കാം കേട്ടോ. മാരാർ പറയുന്നു ഗുഡ് ന്യൂസ് ആണെന്ന് പറയുന്നു. ബാംഗ്ലൂർ യൂട്യൂബ് പറയുന്നു പിന്നോക്കം മുന്നോക്കം എന്ന് ഇന്നത്തെ കാലത്ത് പറയാറില്ല എന്ന് പറയുന്നത് അവതാരൻ ഈ കാലത്തല്ലേ ജീവിക്കുന്നത്, ഞങ്ങൾ പിന്നാക്ക ജാതി എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഈ സവർണൻ അവർണൻ എന്നൊക്കെ ഉള്ളൊരു പ്രയോഗം നടത്തുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നാക്ക മുന്നാക്ക ജാതി എന്ന് പറയുന്നത് തന്നെ ശരിയായൊരു രീതിയല്ല, അത് മാറ്റണം. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പ്രയോഗങ്ങൾ മാറ്റുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ച് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ച പ്രയോഗങ്ങൾ മാറ്റി ഇപ്പം നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവായൊരു പ്രയോഗവും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പൊതുവേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നാണ് നമ്മൾ പറയുന്നത്. ഏതായാലും പിന്നാക്കമായ ആരുമില്ല. പിന്നെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ പിന്നാക്ക സാഹചര്യങ്ങളിലുള്ളവരുണ്ട്. അത് അല്ലാതെ അവർ ജന്മന പിന്നാക്കക്കാരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല. ചായയുടെ കൂടെ പരിപ്പുവടയുണ്ടോ എന്ന് ചോദിക്കുന്നു ആർട്ട് ഗാലറി. ഞാൻ ചായ കുടിക്കാൻ പോവാണ് 5 മണിക്ക്. ഏതായാലും എനിക്ക് ഈ പരിപ്പുവട ആർട്ട് ഗാലറി അത്ര ഇഷ്ടമല്ല. ഞാൻ
ചായയുടെ കൂടെ മറ്റ് എന്തെങ്കിലുമാണ് കഴിക്കുക. കൂടുതലും മധുരമുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത്. നോക്കാം. രാധാകൃഷ്ണൻ PR പറയുന്നു, ചൈനയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ബ്രിട്ടാസിനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ബ്രിട്ടാസ് പള്ളിയിൽ പോവുകയും മകളുടെ കല്യാണം നടത്തുകയും ചെയ്യുന്നു. ആൾ പുറത്തു വന്ന് സനാതന ധർമ്മത്തെയും കുംഭമേളയെയും അവഹേളിക്കുന്നു. എന്ത് അധികമാണ് എന്ന് രാധാകൃഷ്ണൻ PR ചോദിക്കുന്നു. സംവരണം എന്നതിൻ്റെ മാനദണ്ഡത്തിലാണ് നൽകുന്നത്, അവർണനും സവർണനും എന്നത് മാനദണ്ഡത്തിലല്ലേ എന്ന് ചോദിക്കുന്നു. സവർണൻ അവർണൻ എന്നുള്ള മാനദണ്ഡത്തിലല്ല. ചില വിഭാഗങ്ങൾ കാലങ്ങളായി അവർ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർ പിന്നാക്ക സാഹചര്യത്തിലേക്ക് ആയിപ്പോയി. അപ്പോൾ ഈ നാട്ടിൽ നമ്മളെപ്പോലെ അധികാരമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ അധികാരം എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഇവർക്കും എല്ലാവർക്കും ഒരേപോലെ ഒരു ആനുകൂല്യം കിട്ടുക അല്ലെങ്കിൽ ഒരേ സാഹചര്യം കിട്ടുക എന്നത് ഒരു നാടിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും അതുപോലെ അല്ലാത്തവർക്കും ഒക്കെ തുല്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി സംവരണം പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗോപൻ S പറയുന്നു, സാർ നല്ല നമസ്കാരം എന്ന് പറയുന്നു. ചിറ്റാറ്റുകരയിൽ ആന ഇടഞ്ഞു എന്നൊരു വാർത്ത എനിക്ക് സനൽകുമാർ നൽകുന്നു. ഒരുപക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ചിറ്റാറ്റുകരയിൽ ആന ഇടഞ്ഞു, ഒരാളെ കുത്തിക്കൊന്നിരിക്കുന്നു, മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്ത വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഏതായാലും സനൽകുമാർ അത് പറഞ്ഞ സ്ഥിതിക്ക് അത് ശ്രദ്ധിക്കുകയും ചെയ്യാം. സാദിഖ് ശോഭയെ എതിർക്കുന്നു. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ, ഒരുപാട് സമയം ഞാൻ ശിവദാസനിലേക്ക് വരാം. ഏതായാലും ചിറ്റാറ്റുകരയിൽ ആന ഇടഞ്ഞു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. അത് ഒരാൾ രണ്ടുപേരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന് സനൽകുമാർ എനിക്ക് വിവരം നൽകുകയാണ്. എന്തായാലും ഈ വിഷയമൊന്ന് നമുക്ക് പെട്ടെന്ന് പരിശോധിച്ച് അതിൽ എന്താണ് വിഷയം, യാഥാർത്ഥ്യമെന്ന് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത കോളർ എന്നോടൊപ്പം അല്പസമയത്തിനകം ചേരും. ഏതായാലും കുംഭമേളയെ അധിക്ഷേപിച്ചു ജോൺ ബ്രിട്ടാസ് എന്ന ഒരു വാദം മറുവിഭാഗം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിൽ കുംഭമേളയെക്കുറിച്ചോ ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു പരാമർശവും ഉണ്ടായില്ല എന്നാണ് BJPയുടെ നിലപാട്. അങ്ങനെ ഒരു പരാമർശവും ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഈ പ്രതികരണം നടത്തിയത്. അത് പലരെയും അത്ഭുതപ്പെടുത്തി എന്ന് ശോഭയെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നു. അതോടൊപ്പം സംവരണം ഭട്ട് എനിക്ക് എഴുതുന്നു, സംവരണം വരുമ്പോൾ പിന്നാക്ക ജാതി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നാക്കം എന്ന് പറയില്ല, അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മലയാളിക്ക് കുഴപ്പം, ഇംഗ്ലീഷ് ആയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഇതിനെ നമ്മൾ ശിവദാസൻ കേൾക്കാമോ? ശിവദാസൻ, എൻ്റെ ഈ ടെലിഫോൺ ഇതിൽ എന്തോ ഒരു തകരാറ് പറ്റിയതുകൊണ്ടാണ് താങ്കളുമായി കണക്ട് ആവാതിരുന്നത്. ഇപ്പൊ കേൾക്കാം. യെസ് സാറേ, നമ്മൾ ഈ സോമസുരേന്ദ്രൻ പറയേണ്ട കാര്യം ഇടവെച്ചതാരാണ്? ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം മാറ്റപ്പള്ളികൾ ഒരിടത്ത് മത്സരിക്കാൻ വന്നിട്ടില്ല. പാവപ്പെട്ട സഖാവ് കൊടിയ സഖാവിന്റെ കൂടി കിട്ടിയ അധികാരം വെച്ചാണെങ്കിൽ MP ആയത്. അപ്പോ അദ്ദേഹം പറയേണ്ട ഒരു യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ അതിന്റെ മറുപടി അങ്ങനെ പറയാൻ പറ്റൂ, ശരിയല്ലേ? അല്ല, പക്ഷെ നമ്മള് ഒരാൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അടുത്തയാൾ ഇങ്ങനെ ഇല്ല. ഞാൻ പിന്നെ വേറെ കാര്യം പറയട്ടെ. ശബരിമലയിൽ പൊലയനോ ഈഴവനോ നമ്പൂതിരിയോ ആക്കുവോ ആവാം. ആ ജ്യോത്സ്യം പണ്ഡിതമായ ഹിന്ദു ആചാരങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു ഹിന്ദു വേഷത്തിൽ പൂജിക്കാൻ പറ്റൂ, സർവീസ് സ്കൂളിൽ ടീച്ചറാവാൻ പറ്റൂ, ഒരു പാർശ്വം പറ്റൂ. അവിടെ ചെയ്യാൻ സമയങ്ങളായി വരുന്നു. അത് അധികാരം BJP അധികാരം കൊടുക്കാത്ത ശോഭസുരേന്ദ്രൻ അത് കൊടുക്കാനും കേൾക്കാനും അവകാശമില്ല. ഒന്ന്, ഹിന്ദുക്കളായി കുറെ കാലമായി വളഞ്ഞിട്ട് ഹിന്ദുക്കളും പടവും മേടിച്ച് തോണ്ടനിറ കുത്തിയിറക്കി കഴിച്ചിട്ട് ഈ ഹിന്ദുക്കളെ ആക്രമിക്കാൻ ഈ ജോർജ് പട്ടേനെ പോലെയുള്ള ഒരു ബബരദോഷികളാണ്. അത് അദ്ദേഹം എല്ലാ തിണ്ടത്തരങ്ങൾ കാണിച്ച് അവസാനം വീണ്ടും കൊടുത്ത സഖാവ് കൊടിയ മാധവ് സാറിന്റെ ഒരു ആത്മാവിന്റെ വിലയും കൂടിയാ കിട്ടിയാലും തെളിഞ്ഞിരിക്കുന്ന അവിടെ. അദ്ദേഹത്തിന് പറയാൻ ഇടവെച്ചത് യവനാണ്. ഈ ജോർജ് പട്ടേൽ ഒരു വിവരം ശിവദാസൻ, ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും നമ്മൾ നടത്താം. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ എതിർക്കും, പിന്നെ നമ്മൾ അവൻ ഇവൻ എന്നൊക്കെ പറയാം. അദ്ദേഹം കേരളത്തിൽ ശിവദാസൻ, ഞാനൊരു കാര്യം പറയാം. അത് നമ്മൾ ഇതൊരു പൊതുവേദിയാണ്. ഇത് കേരളത്തിലെ ശിവദാസൻ ഇത് കേൾക്കൂ. ഇത് കേരളത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ മലയാളികളായ പ്രവാസികൾ, അതുപോലെ അമേരിക്കയിൽ ഇരിക്കുന്നവർ,
എന്തിന് ബർമുഡ ഐലൻഡിൽ നിന്ന് വരെ പൊതുവേദിയിലെത്തിയ ആളുകൾ പങ്കുചേരുകയാണ്. അപ്പം നമ്മൾ സഭ്യമായൊരു ഭാഷ ഉപയോഗിക്കും. ഇതൊരു ശൗചാലയ ചുമരല്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ സഭ്യമായി തന്നെ പറയാൻ മലയാളിയെ ശീലിപ്പിക്കുക എന്ന ഏറ്റവും കൃത്യമായ ദൗത്യവുമായാണ് പൊതുവേദി ഞങ്ങൾ തുടങ്ങുന്നത്. കാരണം നമുക്കൊരു പ്രയോഗമുണ്ട്, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് തെറി പറയുക. ആ ശീലം മാറി നമ്മൾ സഭ്യമായി തന്നെ ജോൺ ബ്രിട്ടാസിനെ വിമർശിക്കാലോ. നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനെ സഭ്യമായി വിമർശിക്കാം, ജോൺ ബ്രിട്ടാസിനെയും സഭ്യമായി വിമർശിക്കാം. രണ്ടുപേരെയും സഭ്യമായി വിമർശിക്കുക എന്നുള്ളത്. ഇതിന് സമയം തന്നെ, ഇനി സമയം തന്നെ. ഞാൻ പൊതുവേദി സംസാരിച്ച് ഏതെങ്കിലും ഭാഗം ചീത്ത സുഖം ഉപയോഗിച്ചാൽ മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഫാമിലി ലണ്ടനിലും UK-ലും ബഹ്റൈനിലും ദുബായിലും പരാജയങ്ങളും അവരെന്ത് ധരിക്കും, ഇതാണ് ഞങ്ങളുടെ ബന്ധു എന്ന് ധരിക്കും കേട്ടാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ കാര്യം വന്നാലേ നമുക്കൊരു സംയമനം വേണ്ടേ? നമ്മൾ ഒരാൾ എന്തെങ്കിലും മോശം പറഞ്ഞാൽ നമുക്ക് ആ സംയമനം വേണ്ടേ? 19 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന കുംഭമേളയില് ഈ 1 ജീവൻ പയ്യാലും വില തന്നെയാണ്, 1000 വില നമുക്ക് പ്രയാസം തന്നെയാണ്. പക്ഷെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കേരളത്തിന് 30, 40, 500 മരിക്കുന്ന ഓരോ പള്ളിയിൽ ഭാഷണം നടക്കുമ്പോൾ അവർ ചെക്കും തിരക്കിനും പറ്റി ആൾക്കാർ മരിക്കുന്നില്ലേ? അപ്പൊ ഇത്രത്തോളം സൂക്ഷ്മമായി ചെയ്തിട്ട് പോലും സംഭവിക്കിരിക്കട്ടെ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാ ഇന്ത്യയുടെ മഹാസാമ്രാജ്യ ശ്രീകോവിലാണ് പാർലമെന്റ് അസംബ്ലിയൊക്കെ. അവിടെ ചെന്നിരുന്നുകൊണ്ട് ഇത്തിരി ജനങ്ങൾ കേൾക്കുമ്പോൾ ലണ്ടൻ മുതൽ ലോകം മൊത്തം കേൾക്കുന്ന ജോൺസ് പട്ടനെ പോലെയുള്ള അദ്ദേഹം നോക്കി ഉപയോഗിക്കണം. സാർ ഒന്ന് ക്ലാസ് കൊടുക്കണം. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാൻ പറയാം, ശിവദാസൻ ബാലരാമപുരത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ. ജയകുമാർ പറയുന്നു, ജാതിയെപ്പറ്റി ചിന്തിച്ചായിരിക്കില്ല പറഞ്ഞത് എന്ന് ജയകുമാർ പറയുന്നു. കൃഷ്ണദാസ് പറയുന്നു, വാഴപ്പാളത്തിൽ ഉന്നത കുലത്തിലുള്ളത് കപ്പ, നേന്ത്ര എന്തൊക്കെയോ എഴുതുന്നു. ഓക്കെ, പഴവല്ല പച്ചക്കറികളിലെ ഉന്നത കുലത്തെ പറ്റിയാണ്, കുലകളെ പറ്റിയാണ് പറയുന്നത്. ഏതായാലും അതേ ഒരു കർഷകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംവരണം അവർണർക്ക് മാത്രമാണ്, സവർണർക്ക് സംവരണമില്ല, സവർണർ ഉന്നത കുലജാതർ തന്നെയാണ്. എൻ്റെ കുമാരേ, ഇത് ഉന്നത കുലജാതരല്ലാത്തവർക്ക് സംവരണം കൊടുക്കുക എന്നതല്ല. കാലങ്ങളായി ചില ആളുകളെ തെറ്റായ ആശയത്തിൻ്റെ പുറത്ത് അടിച്ചമർത്തി താഴ്ത്തിവെച്ചതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് സംവരണം. അങ്ങനെ സംവരണം നടപ്പിലാക്കിയപ്പോൾ രാജ്യത്ത് ഒട്ടനവധി പ്രതിഭകൾ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്നു. നമ്മുടെ രാഷ്ട്രപതിയെപ്പോലെ ഒട്ടനവധി പ്രതിഭാശാലികൾ നാടിൻ്റെ ഏറ്റവും തിളക്കമാർന്ന രത്നങ്ങളായി പരിശോഭിച്ചു. അങ്ങനെയുള്ള ഒരാളാണ് അംബേദ്കർ. അങ്ങനെയുള്ള നിരവധി ആളുകളെ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ സംവരണം ഒരു ഉപാധിയായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉന്നത കുലത്തിൽ ജനിക്കുക എന്നത് പരമവിഡിത്തമാണ്. ചിലരെ സാമൂഹികമായി പിന്നിലാക്കി വെച്ചു എന്നർത്ഥമേ അതിനുള്ളൂ. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ചില വഴികൾ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീ സംവരണം നടത്തുന്നു. ഉന്നത കുലജാതരായ സ്ത്രീകളും സംവരണത്തിൻ്റെ ആനുകൂല്യം പറ്റുന്നില്ലേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ? അപ്പോൾ അത് കാലങ്ങളായി സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഉന്നത കുലജാതയായ സ്ത്രീയെ ആ സ്ത്രീ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കുമോ? ഇപ്പോൾ ചിലർ സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഉന്നത ജാതിക്കാരായ പിന്നോക്കക്കാർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ സാമൂഹികവും സാമ്പത്തികവുമായി പുറകിൽ നിൽക്കുന്നവരെ നമ്മൾ ഏതെങ്കിലും കുലത്തിൻ്റെ മഹിമ കൊണ്ട് താഴ്ത്തിയവരല്ല, അവരെ കാലത്തിൻ്റെ തെറ്റായ നയങ്ങൾ താഴ്ത്തിവെച്ചവരാണ് എന്ന് തിരിച്ചറിയാനാണ് ഞാനിത് പറഞ്ഞത്. കുമാർ എനിക്ക് തുടരെ സന്ദേശങ്ങൾ അയക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. ഇനിയും ഈ ജാതിയും ഇങ്ങനത്തെ ഈ കാലം ചവറ്റുകുട്ടയിലേക്ക് തുപ്പിക്കളഞ്ഞ ആശയങ്ങൾ പേറി ഇനിയും ആളുകൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ആകെ തകർന്നു പോകുന്നത്. അപ്പോഴാണ് RK മോട്ടോഴ്സിൻ്റെ ഒരു നല്ല, ഞാനിപ്പോൾ ആകെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് RK മോട്ടോഴ്സ് പറയുന്നു, താങ്കളുടെ പരിപാടി വളരെ നല്ലതാണ്. RK മോട്ടോഴ്സിന് എൻ്റെ ആശംസകൾ. ഏതായാലും ചിലപ്പോഴിങ്ങനെ നമ്മളെ ആളുകൾ പുകഴ്ത്തുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇന്നത്തെ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് താങ്കൾ ഒന്നും പറയുന്നില്ല, അത് ശരിയല്ല, കേരളത്തിൽ മാധ്യമധർമ്മമൊന്നുമില്ലേ, വളരെ മോശമായി പോയി. അത് എൻ്റെ RK മോട്ടോഴ്സ്. ഞാൻ ഇത്ര നേരം ജോൺ ബ്രിട്ടാസിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ജോൺ ബ്രിട്ടാസിനെ പറ്റി ഒരു പ്രേക്ഷകൻ പറഞ്ഞപ്പോൾ
ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, ജോൺ ബ്രിട്ടാസിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, മറ്റാരെയും വിമർശിക്കുന്നത് പോലെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, സഭ്യമായ ഭാഷയിൽ വിമർശിക്കണം എന്നതാണ്. കുംഭമേളയെപ്പറ്റി ജോൺ ബ്രിട്ടാസ് പറയേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വളരെ കൃത്യമാണ്. കാരണം ഈ ബജറ്റിൽ കുംഭമേളയെക്കുറിച്ച് ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബജറ്റിന് മറുപടി പറയുമ്പോൾ കുംഭമേളയെക്കുറിച്ച് പറയേണ്ട കാര്യം സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്, തുടർന്ന് ഇതിനുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് ജാതിക്കോളം ഒഴിവാക്കിക്കൂടെ, എന്നാൽ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും എന്നാണ് അത് പറയുന്നത്. അത് പക്ഷേ ഇന്നിപ്പോൾ ഒരു ജാതി സെൻസസ് നടത്തണമെന്നാണ് ഇന്ത്യ മുന്നണി പോലുള്ള സഖ്യ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നും ഇതുപോലെയുള്ള പല ആളുകളും ജാതി ഉയർന്ന കുല ചിന്തകരാണെന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ജാതി താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് അൺഅറ്റാച്ച്ഡ് എന്ന് എഴുതി ഒരു ജാതിയിലും പെടാത്തയാളെന്ന് എഴുതാനൊക്കെ കഴിയും. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ആളുകൾക്ക് വേണമെങ്കിൽ മാറാം. പക്ഷെ ഞാൻ പറയുന്നത് ഏത് ജാതിയും ആയിക്കോട്ടെ, ആളുകൾ ഒരാൾ നമ്പൂതിരി ആയിക്കോട്ടെ, ഒരാൾ ഈഴവനായിക്കോട്ടെ, നായടി ആയിക്കോട്ടെ, അയാൾ ഏതെങ്കിലുമൊക്കെ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നമ്മളെല്ലാവരും തുല്യരാണെന്ന് വിചാരിക്കുന്ന ഘട്ടം വന്നാൽ പിന്നെ ആ ജാതിയുടെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പോകുന്നു എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, പല മതങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഒരു മതം വലുതാണ്, ഒരു മതം ചെറുതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം തുല്യമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹായ്, ഏതായാലും ഹായ് നമുക്കൊപ്പം ഇവിടെ ചേരുന്നു എന്നതിൽ സന്തോഷം. വിക്ടർ KJ പറഞ്ഞത്, ശോഭ പറഞ്ഞത് ശരിയല്ല, ഒപ്പം ബ്രിട്ടാസ് പറഞ്ഞതും. എന്നാൽ എൻ്റെ ഒരേ ഒരു ചോദ്യം, നിങ്ങൾ ജേർണലിസ്റ്റുകളാണ്, ഈ നവോത്ഥാനം, മതനിരപേക്ഷത, പുരോഗമനം ഇതെല്ലാം ഹിന്ദുവിന് മാത്രം മതിയോ എന്നാണ്. ഏതെങ്കിലും ഒരു പുരോഗമന ആശയം ഹിന്ദുവിന് മാത്രം പോരാ, അത് എല്ലാവർക്കും വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. എല്ലാ വിഭാഗങ്ങളും അതിനൊക്കെയുള്ള ഒരു ആവശ്യം അതാത് വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഒരു കാര്യം. പുറത്ത് നിന്നൊരാൾ പോയി മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ ഇത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം ആ വിഭാഗത്തിനകത്തു നിന്ന് നമ്മൾക്ക് മാറണം എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി വരികയാണെങ്കിൽ മാറ്റം കുറേ കൂടി എളുപ്പമാകും, പെട്ടെന്നാകും. എല്ലാ മതങ്ങളും ഇപ്പോൾ പരിഷ്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു 50 വർഷം മുമ്പുള്ള ഒരു രീതിയല്ല ഇന്ന്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാ മതങ്ങളും ഏറെക്കുറെയൊക്കെ പിൻവാങ്ങിക്കഴിഞ്ഞു. അവരെ ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നോ ഒക്കെ പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പല മതങ്ങളും പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തൊഴിൽ രംഗത്ത് വരുന്നു, പല രംഗങ്ങളിൽ വരുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഇന്ത്യ ട്രെൻഡ്സ് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനം ജാതിവശാൽ അങ്ങനെ ബ്രാക്കറ്റൈസ്ഡുള്ള ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതെന്നാണ്. ഓക്കെ, സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു. സ്പോർട്സ് ഗുരു എനിക്ക് പറയുന്നു, തൃശ്ശൂർ ഇളവള്ളി ഉത്സവത്തിനിടെ കൊണ്ടുവന്ന ചിറക്കൽ ഗണേശൻ എന്ന ആനയെ കുളിപ്പിക്കുമ്പോൾ ഇടയുകയായിരുന്നു, 2 പേരെ കുത്തി, ഒരാൾ മരിച്ചു, പാപ്പാൻ ഗുരുതരാവസ്ഥയിലാണ്, 4 കിലോമീറ്റർ ആന ഓടി എന്ന വിവരം എന്നോടൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നത് രമേഷ് കുമാറാണ്. ഏതായാലും ആ വിഷയം നമുക്ക് നമ്മുടെ വാർത്തകളിൽ അടുത്ത് ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദിവാസ് നായർ പറയുന്നത് പ്ലീസ് സപ്പോർട്ട് എക്കണോമിക് റിസർവേഷൻസ് എന്നാണ്. ഞാൻ അതിനോട് അത്ര കണ്ട് യോജിക്കാത്ത ഒരാളാണ്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ അംബേദ്കർ സംവരണം കൊണ്ടുവരാനായി പാർലമെൻറ്റിൽ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്ന് പല ആളുകളും ഇത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ വേണം എന്ന് അംബേദ്കറോട് പറയുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ ആ ഒരു ചോദ്യം സാമ്പത്തിക സംവരണമല്ലേ ശരി എന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്തപ്പോഴാണ് അംബേദ്കർ അത് കൃത്യമായി വിശകലനം ചെയ്തത്. കാരണം സംവരണത്തിൽ നമ്മൾ സാമ്പത്തിക സംവരണം പ്രധാനമായി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഒരു ജനറൽ കാറ്റഗറി എന്ന് പറയുന്ന ആ വിഭാഗം ഒരു വിഭാഗത്തിന് കിട്ടും. പിന്നെയുള്ള സംവരണ മേഖലയിലേക്ക് ഉള്ള മത്സരം നടക്കുന്നത് പാവപ്പെട്ട ദളിതൻ്റെയും പാവപ്പെട്ട മറ്റ് നമ്മൾ ഉയർന്ന ജാതിക്കാർ എന്ന് വിളിക്കുന്ന മറ്റ് വിഭാഗങ്ങളിലും തമ്മിലായിരിക്കും. അപ്പോൾ പാവപ്പെട്ട ഒരു ചെരുപ്പ് കുത്തിയുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു തൂപ്പുകാരൻ്റെയോ ഒക്കെ മകൻ മറ്റ് ഉയർന്ന ജോലികൾ ചെയ്യുന്ന ഉയർന്ന ജാതിയിൽ ജനിച്ചു എന്ന് സ്വയം അഭിരമിച്ച് നടക്കുന്ന ആളുകൾക്കൊപ്പം അവരും ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും. മത്സരിക്കേണ്ടി വന്നാൽ അവന് ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വന്നാൽ അത് 100% ദളിതരെ പുറത്താക്കുന്ന രീതിയായിരിക്കും എന്ന് അംബേദ്കർ വിവരിച്ചു. അത് മനസ്സിലാക്കിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല മത അടിസ്ഥാനത്തിൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ സംവരണം എന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയല്ല, മറിച്ച് സാമൂഹികമായ ഒരു നീതി ഉറപ്പാക്കാനുള്ള
ഒരു രീതിയാണ് എന്ന് അന്നേ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പിന്നോക്ക അവസ്ഥയിൽ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൂടുതലും സംവരണം എന്ന തരത്തിലല്ല, അവർക്ക് സഹായം എന്ന തരത്തിൽ നൽകുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും ഞാൻ നിയമം എന്തു പറയുന്നു അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനുമാണ്. അതാണ് ശരി. കൃഷ്ണദാസ് പറയുന്നത് അംബേദ്കർ, ഡോക്ടർ പൽപു തുടങ്ങിയവർ സംവരണം കൊണ്ടാണ് ഉന്നതങ്ങളിൽ എത്തിയത് എന്നാണ്. അങ്ങനെ ഉന്നതങ്ങളിൽ എത്തിയെന്നല്ല പ്രശ്നം, ഉന്നതങ്ങളിൽ എത്താനല്ല സംവരണം, അവർക്ക് സമൂഹത്തിൽ മനുഷ്യനെ പോലെ നടക്കാനാണ്. അംബേദ്കറുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണദാസിന് മനസ്സിലാകും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നിട്ട് പോലും ഒരു കുതിരവണ്ടിയിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഒടുവിൽ പണത്തിന് അത്യാവശ്യം വന്ന കുതിരവണ്ടിക്കാരൻ ആ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറി ദൂരെ നടന്ന് അംബേദ്കറെ വണ്ടിയിലിരിക്കാൻ അനുവദിക്കുന്ന ഒരു ചരിത്രമൊക്കെ നമുക്ക് നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. രാജാവ് വിളിച്ചു വരുത്തി ജോലി കൊടുത്തിട്ടും വീട് വാടകയ്ക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഉന്നത സ്ഥലത്തെത്താൻ വേണ്ടിയല്ല, നമ്മുടെ മനസ്സിലുള്ള ജാതി ചിന്തകൾ മാറ്റിവെക്കാൻ വേണ്ടിയുള്ള സമൂലമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ് പറയുന്നത്. ദിബാസ് നായർ പറയുന്നു വി ആർ ഓൾ ഇന്ത്യൻസ്. ഓക്കെ, വി ആർ ഓൾ ഇന്ത്യൻസ്, അത് സന്തോഷം തന്നെ. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ കൃണ്ണുന്തോ വിശ്വമാര്യം എന്ന് പറയുന്ന ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂട് പോലെ ഒന്നായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഇൻ്റർനാഷണലിസം വെച്ച് പുലർത്തുന്ന ഇന്ത്യക്കാരാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. സ്റ്റീഫൻ റോളാൾഡ് പറയുന്നത് ജാതിയുടെ പേരിൽ അവഹേളനം അനുഭവിക്കുന്ന അവസാനത്തെ ആളിനും സംവരണം കൊടുത്തിട്ട് ജാതി സംവരണം അവസാനിക്കാൻ പാടുള്ളൂ എന്ന്. യെസ്, കറക്റ്റ്. എൻ്റെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് സാജനാണ്. സാജൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ സാജൻ? കൊല്ലം. യെസ്, ശ്രീ സാജന് ഈ രാഷ്ട്രീയ വിവാദമൊക്കെ കേട്ടപ്പോൾ എന്തു തോന്നി സാജൻ? ഞാൻ 7 വർഷം UK ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഈ പൊതുവേദിയുടെ ഒരു വലിയ സ്ട്രെങ്ത് ശ്രീ സാജനെ പോലുള്ള ആളുകൾ, കാരണം ഇവർ പലരും പുറത്തുപോയും ലോകം കണ്ടും പരിചയിച്ചും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഭവങ്ങളാണ് സത്യത്തിൽ പൊതുവേദിയെ ഇത്ര അട്രാക്റ്റീവ് ആക്കുന്നത്. യെസ്, സാജന് പറയാം. ഞാൻ അവിടെ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തു. നമ്മുടെ ഈ സിസ്റ്റം തന്നെ മാറണം. എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും മാറണം. വിമർശനം നല്ലതാണ്, പക്ഷേ അത് ഹെൽത്തി ആയിരിക്കണം. ശോഭ സുരേന്ദ്രന് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കോടിയേരിയെ പോലുള്ള ഒരു വലിയൊരു സഖാവിന് ഈ രീതിയിൽ പറഞ്ഞിട്ട് പറയാൻ പാടില്ല. പൊളിറ്റിക്കലായ ഒരു പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിന് നയപരമായ ഒരു തെറ്റുപറ്റി എന്ന് വേണമെങ്കിൽ ഇപ്പോഴും വിമർശിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരാളുടെ ആരോഗ്യത്തെ പറ്റി പറയുന്നു ആരുടെയും കൈകളിലുള്ള കാര്യമല്ല. ഇന്നത് കൊണ്ട് മരണം, ഇന്നത് വന്നു, അതൊന്നുമില്ല. അദ്ദേഹവും ഒരുപാട് തൊഴിലാളികൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനാണ്. ശോഭ സുരേന്ദ്രന് മോശമൊന്നുമല്ല. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആവണം. പിന്നെ നമ്മുടെ സിസ്റ്റം കുറെ മാറേണ്ടതുണ്ട്. ഇതൊന്നും അല്ല നമ്മുടെ ശരിക്കുമുള്ള പ്രശ്നം. ശരിക്കുമുള്ള പ്രശ്നം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നാട് വിട്ട് വേറൊരു രാജ്യത്തോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ അറിയാം നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്, നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വളരെ വളരെ പോരായ്മകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇല്ലേ? ഇല്ല, വളരെ കുറവാണ്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന കാൻഡിഡേറ്റ് ഇവിടെ നിന്ന് പോകുന്നത് വളരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം വളരെ പുറകിലാണ്, വളരെ വളരെ പുറകിലാണ്. നമ്മളിപ്പോഴും പഴയതെല്ലാം മുറുകെ പിടിച്ചു വെച്ച് ഇരിക്കുക, മാറ്റമില്ല. ഇതിന് നമ്മളവിടെ പോയി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതില് ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് വിജയിച്ച് അവരുടെ കഠിനാധ്വാനം കൊണ്ട്, മലയാളികളുടെ കഠിനാധ്വാനം കൊണ്ട് അവര് അത് റിമാർക്കബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാല് പക്ഷെ ഇപ്പം മാറിപ്പോയി കേട്ടോ. ഈ പുതിയ തലമുറ ഒന്നും ഇവിടെ നിൽക്കുന്നില്ല, എല്ലാരും പുറത്തോട്ട് പോകുന്നു. അതിന്റെ കാര്യം തന്നെ ഇത് തന്നെയാണ്. ഏതായാലും വളരെ നന്ദി. തൻ്റെ ദീർഘകാലമായി UK ഉണ്ടായിരുന്ന അനുഭവമാണ് ശ്രീ സാജൻ വ്യക്തമാക്കിയത്. പൊതുവേദി അതാണ് പലപ്പോഴും ഇത്തരം പുറത്തൊക്കെ ജോലി ചെയ്ത് മറ്റു സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വന്നവർ കൂടി പൊതുവേദിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു നമ്മുടെ നിലവിലെ ചിന്താഗതിക്ക് കുറേ കൂടി വെളിച്ചം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദിലീപ് കുമാർ പറയുന്നത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ സമുദായത്തിൻ്റെയും അനാചാരങ്ങൾ എക്കാലത്തും എതിർത്തു, അഭിപ്രായം പറയും. ഇവിടെ ബ്രിട്ടാസിൻ്റെ മതമാണ് പ്രശ്നം എന്നതാണ്. അങ്ങനെയല്ല ദിലീപ് കുമാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും സമുദായങ്ങളുടെ അനാചാരങ്ങളും എക്കാലത്തും എതിർത്തു എന്നത് ദിലീപ് കുമാർ പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഇത് നമ്മൾ അനാചാരങ്ങളെ എതിർക്കുന്നു,
ആചാരങ്ങൾ ഉണ്ട് ഒട്ടനവധി. ഇപ്പോൾ CPM തന്നെ ഒട്ടനവധി ആചാരങ്ങളില്ല. അവരൊരു രക്തസാക്ഷി മണ്ഡപത്തിലെത്തുമ്പോൾ അവിടെ പൂക്കളെടുത്ത് അർപ്പിക്കുന്നു, അവർ മുദ്രാവാക്യം വിളിക്കുന്നു, അല്ലെങ്കിൽ കൈകൾ ഉയർത്തുന്നു. അത് അവർക്കൊരു ആ സമയത്തൊരു ഇൻസ്പിറേഷൻ തോന്നുന്നത് കൊണ്ടല്ലേ. അവരുടെ അവരുടെ പാതയിൽ മുൻപേ സഞ്ചരിച്ചു പോയവർ അവർ കാണിച്ചു തന്ന ഒരു ദിശയും മാർഗവുമൊക്കെ അവർക്ക് മുന്നിൽ തെളിയുകയല്ലേ. അപ്പോൾ അതൊരു രീതിയായി എടുക്കുന്നു. മറ്റു ചിലർക്ക് ആത്മീയമായ ചില ആവശ്യങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം അനാചാരമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ചില ആചാരങ്ങൾ ആരെയും ദ്രോഹിക്കാത്തത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കേണ്ടതേ ഉള്ളൂ. എല്ലാം നമ്മൾക്ക് ഒരു പക്ഷേ സയൻസ് കൊണ്ട് എനിക്കറിയില്ല വിശദീകരിക്കാൻ കഴിയും. നമ്മളൊരു ചലച്ചിത്രം കാണാനായി ഒരു തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരു ചലച്ചിത്രത്തിൽ മമ്മൂട്ടി ഒരു കഥാപാത്രമായി അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടിയെ അല്ല അത് അവിടെ നമ്മൾ കാണുന്നത് വെറും വെളിച്ചമാണെന്ന ഉത്തമ ശാസ്ത്രബോധമുണ്ടെങ്കിലും മമ്മൂട്ടി കരയുമ്പോൾ നമ്മൾ കരയാറില്ലേ? മമ്മൂട്ടിയെ അല്ലെങ്കിൽ ആ നായക കഥാപാത്രത്തെ ഇഷ്ടപ്പെടുമ്പോൾ അവർ പിന്നെ ഒന്നിച്ചു ചേരുമ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കാറില്ലേ? ഇതൊക്കെ ഈ സിനിമയ്ക്ക് പുറത്ത് ഇവരൊക്കെ രണ്ട് വ്യക്തികളാണെന്നും ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ആ പ്രതലത്തിലിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴോ കുംഭമേളയിലൊക്കെ ചെല്ലുമ്പോഴോ ആളുകൾ വിചാരിക്കുന്നത് അവരവരുടെ ആ കാലഘട്ടത്തിലെ അവർക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് മറ്റാരെയും തടസ്സപ്പെടുത്തുന്നതിന് മറ്റാരെയും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത് തടയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാറ്റിനെയും വിമർശിച്ച് നമ്മൾ നടക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ശരിയാകുന്നു എന്നതിന് അർത്ഥമില്ല. നമ്മളെയും ആളുകൾ വിമർശിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഒരു തർക്ക വിഷയമില്ല എന്നാണ് ഞാൻ ദിലീപ് കുമാറിനോട് പറഞ്ഞു വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ളിടത്ത് അവരുടെ ആചാരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തടത്ത് മറ്റാചാരങ്ങൾ, ഏതായാലും അനാചാരങ്ങളും ദുരാചാരങ്ങളും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതും മോശമായി കാണുന്നതും താഴ്ത്തുന്നതുമായിട്ടുള്ള വേദനിപ്പിക്കുന്നതുമായ എല്ലാ ആചാരങ്ങളും അവസാനിക്കണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മാവേലിക്കരയിൽ നിന്ന് ബാലചന്ദ്രൻ പറയുന്നു, കാശുള്ളവർ കാശില്ലാത്തവർ, അങ്ങനെ രണ്ട് ജാതി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ്. അത് നമ്മൾ ഈ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇതിനെ ഒരു മാർക്സിയൻ മെത്തഡോളജി എന്നാണ് ഇതിനെ പറയുക. അതായത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ്. കാശുള്ളവൻ കാശില്ലാത്തവൻ എന്ന രണ്ട് ജാതി, അതും രണ്ട് ജാതിയല്ല, എല്ലാവർക്കും കാശുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഈ നാട്ടിൽ തുല്യാവകാശം ഉണ്ടാകണം. എല്ലാവരും മനുഷ്യൻ ഒരു വിഭാഗം എന്ന തരത്തിൽ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭിന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെ മൂന്ന് തരമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മളെല്ലാവരും ഒരേപോലെ തുല്യതയായി ഈ നാടിന് മുന്നിൽ നിൽക്കുന്നു എന്നാണ്. സ്വപ്ന സാമുവൽ പറയുന്നു, ശോഭ ചേച്ചിയെ വെറുതെ വിടണം. ഞാനവരെ പിടിച്ചു വെച്ചിട്ടില്ല. അവർ പറയുന്നത് ചർച്ച ചെയ്യാതെ നമ്മുടെ പൊതുപരിപാടിയുടെ വിലപ്പെട്ട സമയം കളയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, നമ്മൾ വെറുതെ വിടുകയല്ല. അവരൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപാധ്യക്ഷയാണ്. അപ്പോൾ ആ നിലപാട് എന്നത് സ്വതവേ കേരളം കാണും. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്, അവരടുത്ത അധ്യക്ഷയാവും എന്നൊക്കെയാണ് ഞാനും പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ സനൽകുമാർ പറയുന്ന, ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ മാധ്യമ ശ്രദ്ധയ്ക്കായി നടത്തിയ ഒരു മൊഴിയാണ് എന്നാണ് അവർ ശോഭ സുരേന്ദ്രൻ്റെ പ്രതികരണത്തെ പറ്റി പറയുന്നത്. രമേഷ് CS പറയുന്നു, ബ്രിട്ടാസ് ഹിന്ദുവിനെ മാത്രമേ പറയൂ എന്ന് അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാവും. ചൈനയിൽ പാമ്പിനെ വളർത്തി തിന്നും നമ്മളും തിന്നണോ എന്നാണ് രമേഷ് CS ചോദിക്കുന്നത്. ചൈനയിൽ അത് ശരിയാണ്, ചൈനയിൽ അവിടെ മതസ്വാതന്ത്ര്യമില്ല. അവിടെ അവർ പാമ്പ് തിന്നുന്നതുകൊണ്ട് അവരെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ ഭക്ഷണ രീതി ആ രീതിയാണ്, അത് അങ്ങനെ പോവുകയും ചെയ്യും. നമുക്ക് അടുത്തൊരു കോളർ കൂടിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്. നമുക്ക് പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദി തുടരുകയാണ്. വിക്ടർ KJ പറയുന്നത്, ഗംഗാ സ്നാനം ദുരാചാരം, ചെകുത്താനെ കല്ലെറിഞ്ഞാൽ ആചാരം, ഹിന്ദുവിനെ അധിക്ഷേപിച്ചാൽ നവോത്ഥാനം, മറ്റെല്ലാം നികൃഷ്ടം എന്ന്. അതൊരു പൊതു ആരോപണമാണത്. ഞാൻ പറയുന്നത് എല്ലാവരും ഇപ്പോൾ കൂടുതൽ ശാസ്ത്രവും സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ എല്ലാവരും തിരുത്തുന്നുണ്ട് വിക്ടർ. അപ്പം പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ കൂടുതലും ഭൂരിഭാഗവും ഹൈന്ദവ സമൂഹമായിരുന്നു. സ്വാഭാവികമായും കൂടുതൽ കാര്യങ്ങൾ അവരെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. മറ്റു പലയിടങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായി അവിടെ നിരവധി സംഘടനകളും സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ അവരും കൊണ്ടുവന്നിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എത്ര സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും അവരവരുടെ സമൂഹത്തെ കുറേ കൂടി നല്ല രീതിയിൽ കാലത്തിനനുസരിച്ച്
നല്ല പ്രവർത്തികളിൽ ഏർപ്പെടാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ജാതിയോ ഒരു മതമോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മതങ്ങളെന്ന് പറയുന്നതൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് അത് അതിൻ്റെ ആചാരത്തിനേക്കാൾ അത് ഇതിൻ്റെ മൂല്യങ്ങളാണ് എന്ന് കണ്ടാൽ ഈ വലിയ വിഷയമൊന്നുമില്ല. കാരണം ഒരു മൂല്യം ഒരു മതത്തിൻ്റെ എടുക്കുമ്പോൾ അതിൽ കൂടുതലും സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഒക്കെയാണ്. അപ്പോൾ ആചാരങ്ങളെക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അത് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കുമാർ പറയുന്നത് പണ്ട് ഭരണാധികാരികൾ ഇരുത്തി 4 പേർ ചപ്രമഞ്ചൽ ചുമന്നു പോകുമ്പോൾ വഴിമാറിക്കുമെന്ന് പറയുന്നത് വലിയ തെറ്റാണ്. താങ്കൾക്ക് ഇന്ന് പിണറായി വിജയൻ പോകുമ്പോൾ റോഡ് പൂർണ്ണമായും അടച്ച് വഴി അടയ്ക്കുന്നത് താങ്കൾ ശരിയുമാണ് എന്നത്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഒരു പ്രധാനമന്ത്രി വരുന്നു, അദ്ദേഹത്തിൻ്റെ സുരക്ഷ നമ്മുടെ നാടിൻ്റെയും കൂടി ഉത്തരവാദിത്വമാണല്ലോ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ കൊടുക്കും. പക്ഷേ ഇത്രയൊക്കെ വണ്ടികളും വാഹനങ്ങളും പരിവാരങ്ങളും വേണോ എന്ന് ഈ മുഖ്യമന്ത്രിമാരും ഒക്കെ ഒന്ന് തീരുമാനിക്കുന്ന നല്ലതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ കെ നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒരു ഘട്ടത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ അനാവശ്യമായ ഈ സുരക്ഷാ വലയത്തെ ഒഴിവാക്കലാണ്. ഇത്രയൊന്നും പോലീസുകാർ തനിക്ക് ചുറ്റും വേണ്ട എന്ന് ആ ജനകീയ നേതാവിന് അന്ന് മുഖ്യമന്ത്രിയായ സമയത്ത് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും തിരിച്ചറിയേണ്ടതാണ്. താൻ ജനകീയനാണോ അതോ ജനങ്ങൾ തന്നെ കണ്ടാൽ അടിക്കാൻ നടക്കുകയാണോ എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇത്തരം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത്. നമ്മളപ്പോൾ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവരാണെന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ പോലീസിൻ്റെയൊക്കെ ആവശ്യം കുറയും. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ശശികുമാറാണ്, ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത്. ശശികുമാർ, ഒരുപാട് നമസ്തേ എല്ലാവർക്കും. നമസ്കാരം. ഞാൻ പൊതുവേദി സ്ഥിരമായിട്ട് ഈ സമയത്ത് കേൾക്കുന്നതാണ്. ഞാനൊരു മുഴുവൻ സമയ കലാകാരനാണ്. അപ്പം അതുകൊണ്ട് പരിപാടി ഇല്ലെങ്കിൽ നേരത്തെ പോയില്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടി കേൾക്കാറുണ്ട്. എന്താണ് അതും കൂടി പൊതുവേദിയിൽ പങ്കുവെക്കണം. നമ്മൾ ഞാൻ ഒരു വയലിൻ വായിക്കുന്ന ആളാണ്. വെരി ഗുഡ്. യെസ്. അപ്പം മുഴുവൻ സമയം ക്ലാസിക്കൽ വയലിൻ ആണോ അതോ നമ്മുടെ ക്ലാസിക്കൽ സംഗതി? വയലിൻ ഒരു വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും നമ്മുടെ ക്ലാസിക്കൽ രംഗത്ത് വലിയ അല്ലേ? അതെ തീർച്ചയായിട്ടും. അത് എനിക്ക് കേരളത്തിലെ ഒരു വലിയ ഗുരുക്കന്മാരുടെ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ. അതുപോട്ടെ, തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഞാൻ 30 വർഷമായി. പഞ്ചശ്രീ കലാപീഠം എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയാൻ, ഞാനൊരു ബ്ലൈൻഡ് ആണ്. അപ്പൊ നമുക്ക് കാണുക എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഞാനും പൊതുവേദി കേൾക്കുന്നു. എനിക്ക് ഇത്രത്തോളം ഒരു സന്തോഷം അഭിമാനവും ഉള്ളൊരു നിമിഷമില്ല കേട്ടോ. ഞങ്ങളുടെ പൊതുവേദിക്കൊപ്പം ഒരു വലിയ കലാകാരനുണ്ട് എന്നത് വലിയ സന്തോഷം. അങ്ങനെ ഇല്ല സാറേ, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്നത് സാർ, എല്ലാവരിലും ഈ ജാതിയും മതവും ഇതെല്ലാം ഉണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ സാർ. ഞാൻ ഒരു കാര്യം കൊണ്ടൊന്ന് ഓർപ്പിക്കാനാണ്. ഞാൻ കലാകാരൻ എന്നുള്ളത് സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും അവസരങ്ങൾ ഇപ്പൊ പ്രോഗ്രാമേ ഇല്ല. കാരണം ഈ 10 മണി വരെയുള്ള സമയം ആക്കിയത് കൊണ്ട് പല കലാകാരന്മാരും വീട്ടിൽ ഇരിക്കുക. കാരണം വളരെ കഴിവുള്ളവർക്ക് മാത്രം ചില പരിപാടി കിട്ടുന്നു. ഇപ്പൊ ഗവൺമെന്റ് പരിപാടിയാണെങ്കിലും അല്ലാതെ ടൂറിസ്റ്റിന്റെ ഒക്കെ ആണെങ്കിൽ, അല്ലാത്ത ഒരുപാട് കലാകാരന്മാര് ഈ അവസരം കിട്ടുന്നില്ല. അവസരമില്ല. കാരണം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും പരിപാടി തുടങ്ങുന്ന 9 മണി കഴിയും. അപ്പം കുറച്ച് പരിപാടികൾ ഉൾപ്പെടുത്തി പലരെയും ഒഴിവാക്കേണ്ട സാഹചര്യം വരും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓരോരുത്തർ. ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇത് പറയുന്നത്. ശരിയാണെന്ന് അറിയാം, നമ്മുടെ വിഷയം അതല്ല. എങ്കിലും അതൊന്ന് പറഞ്ഞോട്ടെ. ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഒക്കെ പറയുന്നത് സാർ, അവരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് എന്തും പറയാം. തീർച്ചയായിട്ടും. ഞങ്ങളെ ദിവസം കുഞ്ഞിലെ മുതലേ എനിക്ക് എന്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി എന്റെ മാതാപിതാക്കള് എന്നെ ഒരു വലിയ ഗുരുവിന്റെ അടുത്ത് പഠിച്ചു. അതിനുശേഷം ഞാൻ സാധുലാൽ സംഗീത കോളേജിൽ പോയി. അത് അന്ന് ഗാനഭൂഷണം, ഗാനപ്രവീണ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ മുഴുവൻ സമയം സംഗീതമായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അവർക്ക് എന്തും പറയാം. അവർക്ക് ജാതിയും മതവും ഒക്കെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ സാർ. എല്ലാവരുടെയും മനസ്സിൽ ഇതിന്റെ ഒക്കെ അതൊക്കെ രൂഢമൂലമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് പൊതുവേദി വളരെ ഒരുപാട് നല്ല സബ്ജക്റ്റുകൾ ചർച്ചയ്ക്കെടുത്തായിട്ട് എനിക്കറിയാം. ഇത് നല്ലതാണ് ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് ഞങ്ങളെ പോലുള്ള വിഷയങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പൊതുവേദിയുടെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സംസാരിക്കുന്ന സാറിനും എല്ലാവർക്കും
എനിക്ക് എല്ലാവരുടെയും പേരറിയാം കേട്ടോ. ഞാൻ അങ്ങനെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടികൊണ്ടാണ്. എല്ലാവരെയും അവിടുത്തെ എല്ലാ ആൾക്കാരെയും തിരക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യെസ്, ഏതായാലും ശശികുമാർ നമുക്ക് പൊതുവേദിക്കൊപ്പം സ്ഥിരം പ്രേക്ഷകരാണെന്ന് പറയുന്നത് വിളിക്കുകയും ചെയ്തു. വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഒരു വയലിനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പൊതുവേദിയിൽ പങ്കുവച്ചു. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ, അവർ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരൊക്കെ ഇതുപോലുള്ള ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ശശികുമാറും ഒക്കെ പൊതുവേദിയുടെ എപ്പോഴും ശക്തമായ കരുത്തായി നിൽക്കുന്നു. പ്രദീപ് കുമാർ എന്നോട് പറയുന്നത് ഇന്ന് അദ്ദേഹം പൊതുവേദി കാണാതെ ഉറങ്ങിപ്പോയി എന്നതാണ്. അത് ഒരക്ഷന്തവ്യമായ തെറ്റായിപ്പോയി. പൊതുവേദി കാണേണ്ട സമയത്ത് ഉറങ്ങിയത് ശരിയായില്ല. പക്ഷേ ഏതായാലും അദ്ദേഹം വൈകിയെങ്കിലും പൊതുവേദിക്കൊപ്പം ചേർന്നു എന്നതിൽ സന്തോഷം. കുഴപ്പമില്ല, നമുക്ക് യൂട്യൂബിൽ പൊതുവേദി കാണാനുള്ള സംവിധാനമുണ്ട്. ഏതായാലും അവസാന നിമിഷമെങ്കിലും പൊതുവേദിയുടെ ഭാഗമായി എന്നതിൽ സന്തോഷം. ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന് ചോര കൊടുത്ത് ഇതിന് VS അച്യുതാനന്ദനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അന്നൊരു ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സമ്പത്തിൻ്റെ പിതാവിനെയൊക്കെ അന്ന് ഇവിടെ ജയിലിലടയ്ക്കുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ അത് ജയിലിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ടതൊക്കെ ഞാൻ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. അങ്ങനെ പല ആളുകൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ എന്നൊക്കെയുള്ള തരത്തിൽ പേരൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് അങ്ങനെയാണോ വന്നത് എന്ന് എനിക്കറിയില്ല. എപ്പോഴും ഇന്ത്യക്കെതിരെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുകയുള്ളൂ ചരിത്രത്തിൽ ഉടനീളം എന്ന് പറയുന്നു. ഇന്ത്യ ട്രെൻഡ്സ് ലൈവ് എന്നോട് പറയുന്നു, ആലപ്പുഴയിൽ നിന്നുള്ള ശശികുമാർ എന്ന കലാകാരന് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് എന്ന്. അതാണ് ശശികുമാർ. നമ്മുടെ ഈ പൊതുവേദിയുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയാണ്. ശശികുമാർ ഒരു കലാകാരനെന്ന് അറിഞ്ഞപ്പോൾ പലരും സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയത് ശരിയായില്ല എന്ന് പറഞ്ഞതിന് പ്രദീപ് കുമാർ ചിരിക്കുകയാണ്. ഓക്കെ, ബാംഗ്ലൂർ യൂട്യൂബ് പറയുന്നത് ഈ MV ഗോവിന്ദൻ AIക്കെതിരെ ബ്രിട്ടാസ് AIക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു പ്ലീനും ചേർന്ന് അഷ്ടമംഗല്യം വെച്ച് ആരാണ് ശരി എന്ന് തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് അവസാനത്തെ ഒരു കോളർ കൂടിയുണ്ട്. റഷീദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്. യെസ്, ശ്രീ റഷീദ് അവസാനത്തെ നമ്മുടെ പൊതുവേദിയുടെ ഇന്ന് അവസാനത്തെ കോളറാണ്. സാധാരണ ശ്രീ റഷീദ് നേരത്തെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നതാണെന്ന് കുറച്ച് വൈകുന്നു അല്ലേ? യെസ്, എന്താണ്? ഞാൻ 2 ദിവസം ഉണ്ടായില്ല. പകരം എൻ്റെ ഉറ്റമിത്രം പൊതുവേദി ഞങ്ങൾ 2 ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2 അല്ല, ഞങ്ങൾ 4 പേരുണ്ട്. പക്ഷേ കൂടുതലും ഞങ്ങൾ 2 പേരുള്ള സമയങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ. ഓക്കെ, അപ്പോൾ ശ്രീ റഷീദ് ഇതൊക്കെ കേട്ടല്ലോ. ഈ ബജറ്റിനോടുള്ള പ്രതികരണമായി ബ്രിട്ടാസ് കുംഭമേളയെ പറ്റി പറഞ്ഞപ്പോൾ ബ്രിട്ടാസിനെതിരെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതും ശോഭാ സുരേന്ദ്രനെ പറ്റി പറയാൻ താനില്ല എന്ന് K. സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അപ്പോൾ എന്ത് തോന്നി ഇതെല്ലാം കേട്ടപ്പോൾ? ഇത് കേട്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്ത് തന്നെയായാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ അറിയാം എല്ലാവർക്കും, നമ്മുടെ കേരള പൊതുസമൂഹത്തില് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തെ ആ രീതിയിലൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിർഭാഗ്യകരമാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അതിന്റെ എതിർപ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ അവർക്കും തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞത് ശരിയല്ല, അതൊക്കെ ശരിയല്ല. നമ്മൾ മതവിശ്വാസികളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ. അത് ഏത് മതവിശ്വാസികളായാലും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒക്കെ, അത് ഇത് ദൈവത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ദൈവത്തോടു കൂടിയുള്ള ഒരു വെല്ലുവിളിയായിട്ട് ആർക്ക് എന്താണ് ദൈവം ഒരുക്കി വെച്ചെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് അവര് കേരളത്തിലെ പൊതുസമൂഹത്തോടും അവരുടെ കുടുംബത്തോടും മാപ്പ് പറയും എന്നുള്ള അഭിപ്രായമാണ്. യെസ്, താങ്ക് യു സോ മച്ച്. ഏതായാലും റഷീദ് കൊയിലാണ്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പൊതുവേദിയോടൊപ്പം ചേർന്നിരിക്കുന്നു. റിഹാൻ പറയുന്നത് കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ വർധനവ് കാണുമ്പോൾ ഭയം തോന്നുന്നു. പല നിയമങ്ങൾക്കും നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ദൈവത്തിന് സ്വന്തം നാട് പിശാചുകളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊതുവേദിയിൽ നമ്മൾ ഈ വിഷയം യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ പരിധി കടന്നു എന്ന ഒരു ചെറിയ സംശയം എല്ലാവർക്കും ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ചോദ്യം വെച്ചു. സ്വാഭാവികമായും അതിന് കടന്നു എന്ന് തന്നെയാണ് പറയുന്നത്. 56% ആളുകൾ അങ്ങനെ പറയുന്നു. 44% ആളുകൾ അനാവശ്യമായി കുംഭമേളയെ പറഞ്ഞ ബ്രിട്ടാസിന് കിട്ടിയ മറുപടിയാണ് ഇത് എന്ന നിലയിൽ ആണ് ഈ കാര്യത്തെ പരിഗണിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റ് ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.